എല്ലാവർക്കും നമസ്കാരം. കണക്കിന് തിയറി പോലെ പഠിക്കുക എന്ന സെഷൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതമായിട്ട് ചില കോൺസെപ്റ്റ്സ് തിയറി പോലെ പഠിപ്പിക്കുക എന്നതാണ്. ഇതൊരു അറ്റംപ്റ്റാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരും കണക്കിനോട് താല്പര്യമില്ലാത്തവർക്കും വേണ്ടിയുള്ള ക്ലാസ്സാണ്. അപ്പോൾ എക്സാംസിന് വേണ്ടി ഇപ്പോൾ ആ ഒരു പോർഷൻ ഉള്ളതുകൊണ്ട് പഠിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ മാത്സിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക മാത്രമല്ല, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് വളരെ ചെറിയ രീതിയിൽ പഠിപ്പിക്കുക എന്നതാണ് ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ വലുതും ചെറുതും കണ്ടെത്താം എന്നുള്ള ഈ പോർഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദശാംശ സംഖ്യകൾ എങ്ങനെയാണ് വലുതും ചെറുതും കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് 5.431, 3.275, 4.345, 2.50 ഇത്രയും നമ്പറുകൾ തന്നിട്ടുണ്ട്. ഇതിൽ എങ്ങനെയാണ് വലുത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ദശാംശ ബിന്ദുവിൻ്റെ ബാക്കിലുള്ള അല്ല അതിൻ്റെ പുറകിലുള്ള നമ്പറുകൾ, ഈ പറഞ്ഞ പൂർണ്ണ നമ്പറുകൾ, നാച്ചുറൽ നമ്പറുകൾ നമുക്ക് കാണാം. 5, 3, 4 കണ്ടില്ലേ, 5, 3, 4, 2 ഇതിലേറ്റവും വലുത് കണ്ടുപിടിച്ചാൽ മതി. ഈ പോയിൻറ്റിൻ്റെ ബാക്കിലുള്ള ഏറ്റവും വലുതാണ് ഇതിലേറ്റവും വലിയ നമ്പർ. ഇതിൽ കോംപ്ലിക്കേഷൻ ഇല്ല. കാരണം ഇങ്ങനൊരു നമ്പർ ഒന്നും ഏറ്റവും വലുത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വളരെ വളരെ ഈസിയാണ്, വെറും സിമ്പിൾ കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റിൻ്റെ ബാക്കിലുള്ള ഏറ്റവും വലിയ നമ്പറാണ് ഈ പറഞ്ഞ ഈ കൂട്ടത്തിലെ ഏറ്റവും വലുത്. അപ്പോൾ 5.431 ഇവിടെ ഏറ്റവും വലുതെന്ന് പറയുന്നത്. കാരണം എന്താണ്, ഈ പോയിൻറ്റിൻ്റെ ബാക്കിലുള്ള ഏറ്റവും വലിയ നമ്പർ. മുകളിൽ പറഞ്ഞ ഉദാഹരണത്തിൽ ദശാംശ ബിന്ദുവിന് മുൻപുള്ള ഏറ്റവും വലിയ പൂർണ്ണസംഖ്യ നോക്കിയാൽ മതി. വളരെ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം പോലുമില്ല. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 16.732, 16.250, 16.023, 16.4 എന്നതാണ്. ഇതിൽ വലുത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പരിപാടി പറ്റില്ല. കാരണം ദശാംശ ബിന്ദുവിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ എന്താണ്, എല്ലാം സെയിം ആണ്, എല്ലാം 16 ആണ് അല്ലേ, 16 ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ദശാംശ ബിന്ദുവിന് ശേഷമുള്ള നമ്പറിൽ ഏറ്റവും വലുതാണ് ഏറ്റവും വലിയ നമ്പറായിട്ടുണ്ടാവുക. അപ്പോൾ ഇതിലെന്തൊക്കെയാണുള്ളത്, 16.4 4, ഇവിടെ 0, ഇവിടെ 2, ഇവിടെ 7. അപ്പോൾ ഏറ്റവും വലുത് ഏതാണ്, 16.732 കാരണം ദശാംശ ബിന്ദുവിന് ശേഷമുള്ള ഏറ്റവും വലിയ നമ്പർ എടുത്തു. കാരണം മുമ്പുള്ള നമ്പറുകളെല്ലാം 16 സെയിം ആണ്. അപ്പോൾ അതിൽ വലുത് ചെറുതെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പോയിൻറ്റിന് മുമ്പുള്ള സംഖ്യകൾ ഒന്നാണെങ്കിൽ ദശാംശ ബിന്ദുവിന് ശേഷമുള്ള ആദ്യ അക്കം വലുതായത് ഏറ്റവും വലിയ സംഖ്യയായിരിക്കും. അതിപ്പോൾ നമ്മൾ കണ്ടതാണ്. അടുത്തത് 16.732, 16.748, 16.758, 16.705. അപ്പോൾ നമ്മൾ ആദ്യത്തെ റൂൾ അനുസരിച്ച് ഇതൊക്കെ സെയിമായി. അടുത്തത് 7, 7, 7, 7 അതും സെയിമായി. അപ്പോൾ അടുത്തത് എന്താണ്, അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദശാംശ ബിന്ദുവിന് ശേഷമുള്ള നമ്പർ, ആദ്യത്തെ നമ്പർ വലുതാണെങ്കിൽ അത് നോക്കിയാൽ മതിയതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്താ, ആദ്യത്തെ നമ്പർ എന്താണ്, ആദ്യത്തെ നമ്പറും സെയിമായി, പോയിൻറ്റിന് ശേഷമുള്ള ആദ്യത്തെ നമ്പറും സെയിമായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത നമ്പർ നോക്കണം. അടുത്ത നമ്പർ എന്ന് പറയുന്നത് ഇത് രണ്ട് വ്യത്യാസമുള്ള അടുത്ത നമ്പറുകളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ 16.732, 16.748, 758, 705. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ നമ്പർ 3, 4, 5, 0 ആണ്. അപ്പോൾ 16.758 ഏറ്റവും വലുത് അല്ലേ. കൺഫ്യൂഷൻ ഇല്ലല്ലോ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഒരു തിയറി പോലെ പറയുന്നെന്ന് മാത്രം. ഇതിലെന്താണ് കണ്ടത്, ബിന്ദുവിന് മുമ്പുള്ള നമ്പർ എന്ന് പറയുന്നത് എല്ലാം സെയിമാണ്. ദശാംശ ബിന്ദുവിന് ശേഷമുള്ള നമ്പറിൽ ആദ്യത്തെ അക്കം വലുതാണെങ്കിൽ അതെടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അതും എല്ലാം സെയിമാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നമ്പർ വലുത് ഏതാണോ അതെടുത്തു. അപ്പോൾ 16.758 വലുത് അല്ലേ. അതെ, ബിന്ദുവിന് ശേഷമുള്ള ആദ്യ അക്കവും ഒന്നാണെങ്കിൽ അടുത്ത അക്കത്തിലെ ഏറ്റവും ഏറ്റവും വലുത് നോക്കുക എന്നാണ്. 16.732, 16.731, 734, 739 ഇതിപ്പോൾ എന്തായി, ദശാംശ ബിന്ദുവിൻ്റെ ബാക്കിലുള്ള നമ്പറുകളും സെയിമായി, ദശാംശ ബിന്ദുവിൻ്റെ ശേഷമുള്ള ആദ്യ നമ്പറുകൾ സെയിമാണ് അല്ലേ. ആദ്യ നമ്പറുകൾ സെയിമായി, 7, 7, 7, 7 അടുത്ത 3, 3, 3, 3 അതും സെയിമായി. അപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ദശാംശ ബിന്ദുവിന് ശേഷമുള്ള മൂന്നാമത്തെ നമ്പർ ഏതാ, 2, 1, 4, 9. ഇതിലിപ്പോൾ ഏതാണപ്പോൾ 9 ഏറ്റവും വലുത്. അപ്പോൾ ഇതായിരിക്കും ഏറ്റവും നമ്പർ. അപ്പോൾ
ദശാംശ ബിന്ദുവിന് ശേഷമുള്ള രണ്ട് നമ്പറുകൾ ഒരുമിച്ചായപ്പോൾ ഒരുപോലെ ആയപ്പോൾ എന്ത് ചെയ്യും വലുത് കണ്ടുപിടിക്കാൻ വേണ്ടി മൂന്നാമത്തെ നമ്പറിൽ ഏറ്റവും വലുത് ഇപ്പോൾ 16.739 ഏറ്റവും വലുത്. ചെറിയത് കണ്ടുപിടിക്കാനും ചെറിയ നമ്പർ കണ്ടുപിടിക്കാനും ഇതിൻ്റെ റിവേഴ്സ് ലോജിക് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പം 16.431 16.321 16.099 16.990. ഇതിലേറ്റവും ചെറുത് ഏതാണ്? ആദ്യത്തെ നോക്കി ബിന്ദുവിന് ദശാംശ ബിന്ദുവിൻ്റെ ബാക്കിലുള്ള നമ്പർ 16 എല്ലാം സെയിം ആണ്. അപ്പോൾ അതിന് ശേഷമുള്ള നമ്പർ നോക്കി 4309. ചെറുത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ചെറുത് എന്താണ്? ഈ പറഞ്ഞ 4309 ആണ്. അപ്പോൾ ഏറ്റവും ചെറുത് ഏതാണ്? 16.099 ഏറ്റവും ചെറുത്. അപ്പോൾ ഈ ലോജിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, പക്ഷേ നമ്മൾ തിരക്ക് കൂട്ടി തെറ്റിച്ചാലേ ഉള്ളൂ. കോൺസെപ്റ്റൊക്കെ എല്ലാവർക്കും അറിയാമെന്നറിയാം, പക്ഷേ ഒരു എക്സാമിന് പെട്ടെന്ന് ആ പ്രഷറിൽ നമുക്ക് തെറ്റിയാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.